തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി NCTV ജനഹിതം 2026 നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തൃശൂരിന്റെ ജനപ്രിയ ജ്വല്ലറി നോബൽ ജ്വല്ലറി, ഷാർ ആമ്പലൂർ. വേനൽ ചൂടിനെ വെല്ലുന്ന പ്രചാരണ ചൂടിൽ സ്ഥാനാർത്ഥികൾ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ പോരാട്ടം കടുപ്പിക്കുകയാണ് UDF സ്ഥാനാർത്ഥി KM ബാബുരാജ്. വേനൽ ചൂടിനെ വെല്ലുന്ന പ്രചരണ ചൂടിലാണ് സ്ഥാനാർത്ഥികൾ. ഇനി ശബ്ദം വെച്ചുള്ള പ്രചരണത്തിന്, കൊട്ടിക്കലാശത്തിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഓരോ വോട്ടർമാരെയും നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് നമ്മുടെ സ്ഥാനാർത്ഥികൾ. ഇപ്പോൾ പുതുക്കാട് നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി KM ബാബുരാജ് ആണ് നമ്മോടൊപ്പം ഉള്ളത്. ബാബുരാജ് ചേട്ടാ, ഒരു 20 ദിവസത്തോളമായി നമ്മളൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്താണ്. നാളെ ഇതിനൊക്കെ ഒരു അവസാനിക്കുകയാണ്. വ്യാഴാഴ്ച വോട്ടർമാർ ബൂത്തിലെത്തുകയാണ്. ഇപ്പോൾ ഈ ഒരു 20 ദിവസം പിന്നിടുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം അത് എത്രത്തോളം കൂടുന്നുണ്ട്? തീർച്ചയായും വിജയത്തിൻ്റെ പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും. സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാനും എൻ്റെ കൂടെയുള്ള പ്രവർത്തകരും എല്ലാം വോട്ടർമാരുമായി സംസാരിക്കുകയും അവരുടെ എല്ലാം പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പരിപൂർണമായ പിന്തുണയുണ്ട്, വിജയിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് പോകുന്നത്. വലിയ ഒരു പിന്തുണയുടെ ഭാഗമായിട്ട് തന്നെയാണ് എല്ലാ സ്ഥലത്ത് ചെന്ന് ഇറങ്ങുമ്പോഴും ജനങ്ങൾ കാണാനും ഞങ്ങൾ പറയുന്നത് കേൾക്കാനും, ഒപ്പം തന്നെ UDF മുന്നോട്ട് വയ്ക്കുന്ന 5 ഗ്യാരണ്ടികൾ, അതാണ് അവസാനം ഞങ്ങൾക്ക് എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കാനുള്ളത്. UDF അധികാരത്തിലെത്തിയാൽ ഈ ഗ്യാരണ്ടി നടപ്പിലാക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പ് ഇന്ന് പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി ഇന്ന് മാളയിൽ വന്നപ്പോൾ ഞങ്ങളെല്ലാം സ്ഥാനാർത്ഥികൾ വിളിച്ചിരുന്നു. അവിടെ വെച്ച് ഒരു മെസ്സേജ് കൊടുക്കാനാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആ ഗ്യാരണ്ടി അത് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുമ്പോൾ ജനങ്ങൾക്ക് ഒട്ടേറെ അവരുടെ ക്ഷേമങ്ങളും ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന വലിയ ഒരു പിന്തുണ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ. ഇപ്പോൾ 20 വർഷത്തിന് ശേഷം പുതുക്കാട് ഒരു തദ്ദേശീയനായ സ്ഥാനാർത്ഥി ഉണ്ടാകുന്നു. UDF വലിയ പ്രതീക്ഷയിലാണ്. KP വിശ്വനാഥിന് ശേഷം KM ബാബുരാജ് എന്നൊരു മന്ത്രി പുതുക്കാട് മണ്ഡലത്തിൽ ഉണ്ടാകുമോ? അതൊക്കെ കോൺഗ്രസ് അതിൻ്റേതായ മന്ത്രിമാരെ തീരുമാനിക്കലും മറ്റു കാര്യങ്ങളൊക്കെ കോൺഗ്രസും അതിൻ്റെ നേതൃത്വവും ഹൈക്കമാൻഡും ഒക്കെ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അത് ഉണ്ടായിക്കൂടുന്നില്ല. അത് പലതരത്തിലുമാണ് അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇപ്പോൾ മറുപടി പറയാൻ ആളല്ല. എന്തായാലും ഒരു സ്ഥാനാർത്ഥി എന്നുള്ളതൊക്കെ ഒരു ജനപ്രതിയായി തിരഞ്ഞെടുക്കാൻ വലിയ ആഗ്രഹമുണ്ട്. ആ ജനപ്രതി ആകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇപ്പോൾ വോട്ടർമാരെ അഭിമുഖീകരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം അതാണ്. ഇപ്പോൾ പ്രവർത്തകരൊക്കെ വലിയ ആവേശത്തിലാണ്. നമുക്കറിയാം എത്ര പ്രചരണ തന്ത്രങ്ങളൊക്കെ എത്രയുണ്ടെങ്കിലും വോട്ടെടുപ്പ് ദിവസം വോട്ടർമാരെ ബൂത്തിലെത്തിക്കുക എന്നതാണ് ഏറ്റവും വലിയ കടമ. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നിങ്ങൾ പ്രവർത്തകർ എന്ന നിലയിൽ പൂർത്തിയായിട്ടുണ്ടോ? തീർച്ചയായും നമ്മളെല്ലാ ബൂത്ത് ബേസിലും നല്ല പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ വോട്ടർമാരുടെ അടുത്തും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്യാരണ്ടിയുടെ കാര്യം എല്ലാ വോട്ടർമാരുടെ അടുത്തും കൃത്യമായി നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി എല്ലാവരും നമുക്ക് ഫുൾ സപ്പോർട്ടാണ്. അതിൽ കക്ഷി രാഷ്ട്രീയം വിട്ടുകൊണ്ടാണ് നമുക്ക് നല്ല ഫുൾ സപ്പോർട്ട് നമുക്ക് പറയുന്നത്. പിന്നെ ബാബേട്ടനെ അറിയാത്തവരില്ല, എല്ലാവരും നന്നായിട്ട് അറിയാം. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ പുതുക്കാട് പ്രസിഡൻ്റായിരുന്നു, പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. പിന്നെ ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങളെല്ലാവരും ആളെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞ് എല്ലാവരും ബോധിപ്പിക്കുന്നുണ്ട്. ഏതായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് UDF സ്ഥാനാർത്ഥി KM ബാബുരാജും ഒപ്പം UDF പ്രവർത്തകരും. പുതുക്കാടിൻ്റെ ബാബേട്ടൻ വിജയിച്ചു വരുമെന്ന തികഞ്ഞ ആത്മവിശ്വാസമാണ് എല്ലാവരിലും കാണാൻ കഴിയുന്നത്. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. സ്വർണ്ണവില കൂടിയാലും കുറഞ്ഞാലും എക്കാലത്തേക്കും കരുതി വെക്കാനുള്ള സ്വർണം അത് നോബൽ സ്വർണം. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ ഉത്പാദന പണിക്കൂലിയിൽ എല്ലാ ആഭരണങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ എന്നിവയുടെ എക്സ്ക്ലൂസീവ് ലേറ്റസ്റ്റ് കളക്ഷൻസ് നോബൽ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നോബൽ, തൃശൂരിന്റെ ജനപ്രിയ ജ്വല്ലറി, നോബൽ ജ്വല്ലറി, ഷാർ ആമ്പലൂർ. തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി NCTV ജനഹിതം 2026 നിങ്ങൾക്കായി സമർപ്പിച്ചത് തൃശൂരിന്റെ ജനപ്രിയ ജ്വല്ലറി, നോബൽ ജ്വല്ലറി, ഷാർ ആമ്പലൂർ.